എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കുറച്ച് മെസ്സേജുകൾ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു. അതായത് ഞാൻ മുമ്പ് ഒരു 2-3 വീഡിയോ അവിഹിത ബന്ധങ്ങളെക്കുറിച്ച് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്തൊരു വീഡിയോയിൽ ഒരു സർവേയുടെ റിസൾട്ട് പ്രകാരം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പശ്ചാത്താപം അങ്ങനെ ഉണ്ടാകുന്നില്ല, അവർക്ക് അങ്ങനെ ഒരു ചിന്തയെ മനസ്സിലില്ല എന്നുള്ളൊരു കാര്യം. അതൊരു സർവേയുടെ റിപ്പോർട്ടായിട്ട് പറഞ്ഞതാണ്. അത് എൻ്റെ അഭിപ്രായമല്ല, അത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറച്ച് മെയിൽ എനിക്ക് വന്നു. അതിൻ പ്രകാരമാണ് ഇപ്പോഴത്തെ വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ട ആൾക്കാരാണ് എനിക്ക് മെയിൽ അയച്ചത്. അവർ പറയുന്നത് അതിൽ നിന്ന് ഇപ്പോൾ പുറത്തു കിടക്കണമെന്നാണ് ആഗ്രഹം. അത് എന്താണ് ചെയ്യേണ്ടത്? അത് സാധ്യമാണോ? വല്ലാത്തൊരു അഡിക്ഷൻ പോലെയാണ്. ഇനി അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. മറ്റു ചിലർ പറയുന്നത് ഈ ഒരു ബന്ധത്തിലേക്ക് വന്നപ്പോൾ ഇതിനേക്കാൾ ബെറ്റർ എൻ്റെ പഴയ ബന്ധമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള ആ ഒരു തലത്തിലേക്ക് പോയവരാണ് അവരൊക്കെ. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഇതിനേക്കാൾ ബെറ്റർ ആയിരുന്നു എൻ്റെ പഴയ ജീവിതം എന്ന് മനസ്സിലാക്കി. അവർക്ക് വീണ്ടും ആ ഒരു പഴയ ലൈഫിലേക്ക് മാറണം എന്ന ആഗ്രഹമുണ്ട്. അതിന് സാധ്യമാകുമോ എന്നാണ് അവരുടെ ചോദ്യം. അതേക്കുറിച്ച് വിശദമാക്കിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. സ്വന്തം ഭാര്യയെ വഞ്ചിച്ച് അന്യ സ്ത്രീയുടെ പിന്നാലെ പോകുന്ന പുരുഷനും ഭർത്തൃമതിയായിരിക്കെ അന്യന്റെ കിടപ്പറയിലേക്ക് പോകുന്ന സ്ത്രീയും ഒരേപോലെ കുറ്റക്കാരാണ്. ഇരുവർക്കും പറയാൻ ഒരുപാട് ന്യായങ്ങളൊക്കെ കാണുമെങ്കിലും അതിന് ഇതല്ല ഒരു പരിഹാരം എന്നുള്ളതാണ് സത്യം. മിക്ക സന്ദർഭങ്ങളിലും സ്ത്രീകൾ പ്രലോഭനങ്ങൾക്ക് വശംവദരാകുകയോ പുരുഷന്മാർ അവരെ ഇരയാക്കുകയോ ആണ് ചെയ്യുന്നത്. ഭർത്താവുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ തുറന്നു പറഞ്ഞ് പരിഹരിക്കാനാണ് ഭാര്യമാർ ശരിക്കും ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് ബന്ധുക്കൾ മുഖേനയാകാം, അല്ലെങ്കിൽ ഒരുപാട് കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട്, അവര് മുഖേനയാകാം. ഇതൊക്കെ കൊണ്ട് നടന്നില്ല, ഇതുകൊണ്ടൊന്നും തങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് നമ്മൾ പറയലേ, മാക്സിമം നമ്മൾ ശ്രമിച്ചു എന്നൊരു ഘട്ടം എത്തുമല്ലോ. ആ ഒരു ഘട്ടത്തിൽ തങ്ങൾക്ക് വേറെ ഒരു പരിഹാരവും ഇല്ല എന്നുള്ളൊരു ഘട്ടത്തിൽ മാത്രമേ ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിക്കാവൂ. അവിഹിത ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ഭാര്യമാരോടാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നിങ്ങൾ ആദ്യം ശ്രമിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ അന്യനാട്ടിലായിരിക്കുന്ന ഭർത്താവിന് ജോലിത്തിരക്കിനിടയിൽ മനസ്സിലായെന്ന് വരികയില്ല. അതേസമയം നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ എത്തുന്ന അന്യപുരുഷന്മാരെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. ശക്തമായി പ്രതികരിച്ചാലോ ഭർത്താവ് ഉൾപ്പെടെ കുടുംബത്തിലെ മുതിർന്നവരെ അറിയിച്ചാലോ തന്നെ ഇരയാക്കാൻ ശ്രമിക്കുന്ന പരപുരുഷന്മാരെ ഒഴിവാക്കാമെന്നിരിക്കെ ദുർബല നിമിഷങ്ങളിൽ അതിന് തയ്യാറാകാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ചില സാഹചര്യങ്ങളിൽ സ്ത്രീകളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കുടുംബിനികളായ ഓരോ സ്ത്രീകളുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ഒരാൾക്ക് സാമ്പത്തിക സുരക്ഷയാണ് ആവശ്യമെങ്കിൽ മറ്റൊരാൾക്ക് ആവശ്യം മാനസിക പിന്തുണയാണ്. മറ്റു ചിലർക്കാകട്ടെ സ്വകാര്യമായ ചില താല്പര്യങ്ങൾ. ഇവിടെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ഭർത്താവിന് കഴിയാത്തതാണ് ഏറ്റവും വലിയ പരാജയം. വിവാഹേതര ബന്ധങ്ങൾക്ക് വഴിതെളിക്കുന്നതിൽ നമ്മളുടെ മാധ്യമങ്ങളും ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ഈയിടെ നമ്മുടെ പ്രേംകുമാർ പറഞ്ഞൊരു വലിയൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോഴത്തെ സീരിയലുകൾ എന്ന് പറയുന്നത് എൻഡോൾ സൾഫാനേക്കാളും ദുരിതമാണെന്നുള്ളത്. അത് 100% ശരിയല്ലേ? സീരിയലുകളിൽ എന്താണ് ഈ കാണിക്കുന്നത്? നല്ല സന്ദേശം കൊടുക്കുന്ന ഏത് സീരിയലാണുള്ളത്? എല്ലാം ഓരോ അവിഹിതം, അമ്മായിയമ്മ പോരെ, അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്ത്രീകൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതവരുടെ മാനസിക നിലയെ ഒരുപാട് ബാധിക്കാറുണ്ട്. ഇങ്ങനത്തെ സീരിയൽ കണ്ട് അവിഹിത ബന്ധങ്ങളിലേക്ക് ഒരുപാട് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. കുടുംബിനികളായ സ്ത്രീകളെ സംബന്ധിച്ച് ടെലിവിഷൻ സീരിയലുകൾക്ക് അടിമപ്പെട്ടാണ് പലരുടെയും ജീവിതം. ചിലരാകട്ടെ ഇന്നും ചില നിലവാരം കുറഞ്ഞ പ്രസിദ്ധീകരണങ്ങളെ പൈങ്കിളി സാഹിത്യത്തിന് പിന്നാലെ പോവുകയും ചെയ്യുന്നു. നോവലുകൾ പോലെയുള്ള. അല്പം കൂടി വിദ്യാഭ്യാസ ബോധം ഉയർന്നവരാണെങ്കിൽ ഇന്റർനെറ്റിനെ കൂട്ടുപിടിക്കുന്നു. സീരിയൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ഭാഷയും പ്രയോഗങ്ങളും സ്വന്തം കുടുംബത്തിലും പകർത്താൻ ശ്രമിക്കുന്ന സ്ത്രീകളും വിരളമല്ല. ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്, വിവാഹേതര ബന്ധങ്ങൾ എന്ന് പറയുന്നത് ദുരന്തമാണ്. അത് ഒഴിവാക്കുക തന്നെ വേണം. വിവാഹേതര ബന്ധങ്ങളിൽ 99% ദുരന്തമാണ്.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമായ അറിവ് വെച്ച് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. താൽക്കാലിക സന്തോഷത്തിന് വേണ്ടിയുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഭാവിയിൽ കടുത്ത ദുരന്തങ്ങളാണ് സമ്മാനിക്കുക. ചിലപ്പോൾ ഒരു നേരം പോക്കിനായി തുടങ്ങുന്ന ബന്ധം കുടുംബാന്തരീക്ഷത്തെ തകർക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ പകച്ചു നിൽക്കേണ്ടി വരും. അവിടെ സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് നഷ്ടപ്പെട്ട് നിങ്ങൾ നിസ്സഹായരായി തീരും. ഇനിയും എങ്ങനെ കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു വരാം എന്നുള്ളതാണ്. തെറ്റുപറ്റിപ്പോയെന്ന തിരിച്ചറിവ് ഏറെ പ്രധാനമാണ്. അത് പങ്കാളിയോട് തുറന്നു പറയുക. അയാളുടെ മാനസിക ബോധത്തെ തൃപ്തിപ്പെടുത്തും വിധം നിങ്ങളുടെ കുറ്റബോധം ആത്മാർത്ഥമാണെങ്കിൽ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ഒരു കുടുംബാന്തരീക്ഷം നിങ്ങൾക്ക് തിരിച്ചെടുക്കാനായേക്കും. അത് ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ. ഭർത്താവിനോടുള്ള തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ ഭാര്യയോടുള്ള തുറന്നു പറച്ചിൽ ആ വ്യക്തിയുടെ മാനസിക നിലവാരത്തെ ആശ്രയിച്ചിരിക്കുമെന്നിരിക്കെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയേണ്ടതില്ല. ഓർക്കുക, വിവാഹ ബന്ധത്തിൽ ഇങ്ങനൊരു ഇത് സംഭവിക്കുമ്പോൾ, പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനൊരു കാര്യം സംഭവിക്കുമ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടണം. സ്വന്തം പാർട്ട്ണർ ഇത് അറിയുമ്പോഴത്തെ ആ ഒരു വിഷമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. തന്നെ വേണ്ടാന്ന് വെച്ച് വേറൊരു വ്യക്തിയിലേക്ക് പോകുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അത് മറ്റേയാൾക്ക് താങ്ങാവുന്നതിലും അപ്പുറം. അയാള് ആ ഒരു മാനസിക നിലയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കഴിവനുസരിച്ച് അയാളെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതിന് ചിലപ്പം സമയങ്ങൾ നന്നായിട്ട് എടുക്കും. അയാൾക്ക് നിങ്ങളോട് ഒരു തരിയെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ അയാൾ തിരിച്ചു വരാൻ അല്ലെങ്കിൽ ഭാര്യ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയുക. ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ. വിവാഹമോചനം, കുട്ടികളുടെ ഭാവി, കുടുംബത്തിന്റെ സാമൂഹ്യ സ്ഥിതി, ബന്ധുക്കൾക്കുണ്ടാകുന്ന അപമാനം തുടങ്ങി ഒരുപാട് ഘടകങ്ങളെ നിങ്ങളുടെ വിവാഹേതര ബന്ധങ്ങൾ ബാധിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. ഭാവിയിൽ നിങ്ങളുടെ കുട്ടികൾക്കും ഈ ഒരു വഴി തിരഞ്ഞെടുക്കാൻ നിങ്ങൾ തന്നെ സ്വയം ഉദാഹരണമായി തീരുകയാണെന്നും പ്രത്യേകമായി ഓർക്കുക. കാരണം അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരും വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോകാനും അതുപോലെ വിവാഹമോചനത്തിലേക്ക് പോകാനുമുള്ള സാധ്യതയുണ്ട്. കാരണം അവര് കണ്ടു വളരുന്ന നിങ്ങളെയാണ്. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി വിവാഹേതര ബന്ധങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. പരസ്പരം ബഹുമാനിക്കുകയും ചെറിയ കാര്യങ്ങളാണേലും അഭിനന്ദിക്കുകയും ചെയ്യുക. പങ്കാളിയോട് സത്യസന്ധത പുലർത്തുകയും മനസാക്ഷി വെടിഞ്ഞ് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുക. എല്ലാ കാലത്തും പരസ്പരം പ്രിയപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കുക. ജീവിതാവസാനം നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ കാണുള്ളൂ. ഏത് വിവാഹേതര ബന്ധത്തിൽ പോയാലും മറ്റേയാൾ ഒരു കുടുംബം നയിക്കുന്ന ആളായിരിക്കും അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കും. അവരൊരിക്കലും അവരുടെ കുടുംബത്തെ വിട്ടൊഴിഞ്ഞ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. അവസാനം നിങ്ങൾക്കൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ പാർട്ട്ണർ മാത്രമേ നിങ്ങളുടെ കൂടെ കാണുള്ളൂ. മറ്റൊരാൾക്ക് ഫോണിൽ കൂടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ആശ്വസിപ്പിക്കാൻ മാത്രമേ സാധ്യമാകുള്ളൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾ മനസ്സിലാക്കുക. തുറന്നു കേൾക്കാനും മനസ്സിലാക്കാനും ഒരുമിച്ച് സമയം ചെലവഴിക്കാനും നിങ്ങൾ സമയം കണ്ടെത്തിയേ പറ്റൂ. ഭാര്യയായാലും ഭർത്താവായാലും വ്യക്തി സ്വാതന്ത്ര്യം പ്രധാനമാണ്. അതിനെ മാനിക്കുക. കടുംപിടുത്തം കുടുംബബന്ധം തകർക്കും. അതിനാൽ ദുർവാശി രണ്ടുപേരെ ഒഴിവാക്കുക. ഏത് വിഷയത്തിലായാലും പരസ്പരം അഭിപ്രായം തേടുന്നത് നല്ലതാണ്. പക്ഷേ അഭിപ്രായങ്ങൾ ഒരിക്കലും ഒരാളെയും അടിച്ചേൽപ്പിക്കരുത്. പരിധി വിട്ട ആഗ്രഹങ്ങൾ ഒഴിവാക്കുകയും കയ്യിലൊതുങ്ങുന്ന ആഗ്രഹങ്ങൾ സാധിക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളും താല്പര്യങ്ങളും പരസ്പരം പറയാം. ഒരിക്കലും പങ്കാളിയെ തരം താഴ്ത്തുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യരുത്. പരാതികളും കുറ്റങ്ങളും മാത്രം പറയുന്നത് വെറുപ്പിക്കലിലേക്ക് വഴിതെളിക്കുകയുള്ളൂ. കുറ്റങ്ങൾ കണ്ടെത്തിയാൽ പോലും അത് തിരുത്താൻ ശ്രമിക്കുന്ന നല്ലൊരു സുഹൃത്താകുക പരസ്പരം. പങ്കാളിയുടെ സുഹൃത്തുക്കൾ ആരെന്ന് പരസ്പരം അറിയുക. പങ്കാളി അറിയാത്ത ഒരു സുഹൃത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. സ്വകാര്യത പങ്കാളിക്ക് ഒരിക്കലും വ്യത്യസ്തമാകരുത്. അവിടെ മറച്ചു വെക്കലുകൾ പാടില്ല. ഫേസ്ബുക്ക്, വാട്സപ്പ്, ജിമെയിൽ അക്കൗണ്ടുകൾ സുതാര്യമായിരിക്കുക. പങ്കാളികളിൽ ആർക്കും മറ്റൊരാളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ കഴിയണം. ഇപ്പോഴത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള മെസ്സേജുകൾ കണ്ടാണ് പല ബന്ധങ്ങളും തകരുന്നത് എന്നുള്ളത് ഒരു സത്യമാണ്. പങ്കാളിയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള ഒരു മെസ്സേജ് മറ്റൊരാളിൽ നിന്ന് വന്നാൽ അത് നിങ്ങൾ അവിടെ വിലക്കുക. താനൊരു കുടുംബിനിയാണ് അല്ലെങ്കിൽ താനൊരു ഭർത്താവാണ് എന്നുള്ളൊരു കാര്യം അങ്ങനെ മെസ്സേജ് അയക്കുന്നവരെ ബോധ്യപ്പെടുത്തി മുളയിലെ നുള്ളിക്കളയുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾക്ക് അയച്ച് അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നറിഞ്ഞാൽ അയക്കുന്ന ആൾക്കാർക്ക് പിന്നെയും ഇത്തരം മെസ്സേജുകൾ അയക്കാൻ കൂടുതൽ താല്പര്യം തോന്നും. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ആണായാലും പെണ്ണായാലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. സോഷ്യൽ മീഡിയ സൗഹൃദങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക. സ്വന്തം കുടുംബത്തിന്റെ കഥ പറയാനോ പങ്കാളിയുടെ കുറ്റങ്ങൾ പറയാനോ ഉള്ള ഇടമല്ല സോഷ്യൽ മീഡിയ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
ഇനിയും അവസാനമായിട്ട് ഒരു കാര്യം കൂടെ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ നിർബന്ധമായും പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് വിധേയമായിരിക്കണം. അതെല്ലാ മതങ്ങളിലും ഇപ്പോൾ നടക്കുന്നുണ്ട്. കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ പരിഹരിക്കുന്നതിനും കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നതിനെക്കുറിച്ചും വ്യക്തമായ രേഖാചിത്രം ഇത്തരം കൗൺസിലിംഗ് ക്ലാസുകൾ നിങ്ങൾക്ക് നൽകും. വിവാഹത്തിന് മുമ്പ് പൂർണ്ണമായ ലൈംഗിക വിദ്യാഭ്യാസം നേടിയിരിക്കാൻ ശ്രമിക്കുക. ലൈംഗികമായ അറിവില്ലായ്മകളും തെറ്റിദ്ധാരണകളും അസംതൃപ്തമായ ജീവിതത്തിലേക്ക് നയിക്കുമെന്നതിനാൽ വിവാഹേതര ബന്ധങ്ങളിലേക്ക് പങ്കാളി ചിന്തിച്ചു എന്ന് വരാം. മറ്റൊന്ന്, തന്റെ പങ്കാളിക്ക് അവിഹിതമുണ്ട് എന്നറിയുന്നത് ചിലപ്പോൾ ചിലരെയെങ്കിലും മാനസികമായും തളർത്തിയേക്കാം. ഒന്നുകിൽ താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന തിരിച്ചറിവോ അല്ലെങ്കിൽ പങ്കാളിയെ തൃപ്തിപ്പെടുത്തുന്നതിൽ താൻ പരാജയമെന്ന ബോധമോ വിഷാദരോഗം പോലെയുള്ള മാനസികാവസ്ഥയിലേക്ക് നയിച്ചേക്കാം. കായംകുളത്തെ ഒരു ബൈജുവിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. അദ്ദേഹം തന്റെ ഭാര്യയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം തന്റെ ഭാര്യയിൽ ഒരു അവിഹിത ബന്ധം കണ്ടുപിടിക്കുന്നു. ആ ഒരു മാനസികാഘാതത്തിൽ അയാൾ ആത്മഹത്യ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു 2022 ഈ ഒരു വാർത്ത വന്നെന്ന് തോന്നുന്നു. ഒരുപാട് പേരെ വിഷമിപ്പിച്ച ഒരു സംഭവമായിരുന്നത്. അതുകൊണ്ട് ചില ആൾക്കാർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിവാഹേതര ബന്ധങ്ങൾ ലൈംഗിക രോഗങ്ങൾ അടക്കമുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. മറ്റൊന്ന്, അവിഹിത ബന്ധത്തിന് നിങ്ങളെ ഇരയാക്കുന്ന ആൾ പണത്തിനോ സ്വത്തിനോ ശരീരത്തിനോ വേണ്ടി തുടർന്നും നടത്തുന്ന ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട്. നിങ്ങളുടെ നഗ്നചിത്രങ്ങൾ എടുത്ത് നിങ്ങളെ ഊറ്റിയെടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെയും എല്ലാ തരത്തിലും നഷ്ടം ഒരാൾക്ക് മാത്രമായിരിക്കും. ഒരു പങ്കാളിയെ മാത്രം ജീവിതത്തിൽ കരുതുന്നത് വ്യക്തി ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കും വ്യക്തിത്വ വികാസനത്തിനും ഉത്തമമാണെന്നും ഏത് പ്രശ്നങ്ങളിലും ഒരു ഉറച്ച സപ്പോർട്ട് ഉണ്ടാകുന്നതിന് സഹായകമാണെന്നും മനസ്സിൽ കുറിക്കുക. അവിഹിത ബന്ധങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നല്ലതിനാകില്ല എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അത് നിങ്ങൾക്ക് താൽക്കാലിക സുഖം തരുമെങ്കിലും ജീവിതത്തിൽ എപ്പോഴും സംഘർഷങ്ങളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന്, നാട്ടിൽ കേണു നടപ്പു. അതുകൊണ്ട് നല്ലൊരു കുടുംബ ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.